ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച AI അറിവുത്സവം മണലൂർ MLAയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ആധുനികത എന്നത് പുതിയ പുതിയ അറിവുകൾ നമുക്കുണ്ടാകുമ്പോൾ സാങ്കേതിക വിദ്യകൾ വളരുമ്പോൾ ആ സാങ്കേതിക വിദ്യയ്ക്ക് നമ്മൾ ഒരിക്കലും അടിമയാകരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യനുണ്ടാക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. മനുഷ്യൻ്റെ ബ്രെയിനിൽ ഉദിക്കുന്നതാണ് ഓരോ ചിന്തകൾ. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സാങ്കേതിക വിദ്യ. അറിവിൽ നിന്നാണ് സാങ്കേതിക വിദ്യ ഉണ്ടാവുക. സയൻസ് അല്ല ടെക്നോളജി. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഏതായാലും അങ്ങനെ ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയ്ക്ക് നമ്മൾ അടിമയാകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MV പ്രശാന്തൻ മാസ്റ്റർ, ലീല രാമകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിബിൻ കണ്ണൻ, പ്രസാദ് CN, സന്ധ്യ സജിത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ DEO ഇൻചാർജ് ഷീല ചാക്കോ P, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ V ജയരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിലാഷ് MR, ജില്ലാ പ്രൊജക്ട് മാനേജർ ശ്രുതി ശിവൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് വിജയ് ഘോഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് കോർഡിനേറ്റർ സൽമ VH, കൂടാതെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ RGSA കോർഡിനേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദൈനംദിന ജീവിതത്തിലും തൊഴിൽ മേഖലയിലും AI ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അറിവും പരിശീലനവും നൽകി സാങ്കേതികവിദ്യയെ ജനകീയമാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, പൊതുസേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ AI വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും പരിപാടിയിൽ വിശദമായി പ്രതിപാദിച്ചു. തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വിൻസ് പോൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, യുവജനങ്ങൾ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, സംരംഭകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിശീലനത്തിൽ പങ്കെടുത്തു.